ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചിട്ട്. ഈയിടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായി ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് കേരള കുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം നടന്നല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഫാമിലി സർക്കിളിലും ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആർക്കും ഇതെന്താണെന്നോ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ അറിയില്ലായിരുന്നു. ഇന്നലെ നിളാരതി തൊഴുതു വന്ന ഒരു ഭക്തൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത്. 2025 പ്രയാഗിൽ നടന്ന പൂർണ്ണ കുംഭമേള കോടിക്കണക്കിന് ജനങ്ങൾ തൊഴുതു, അതിന് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അത്ര പ്രാധാന്യത്തോടെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഈ 15 ദിവസത്തെ കുംഭമേള കഴിഞ്ഞെങ്കിലും ഇതേക്കുറിച്ച് അറിയാത്തവർക്ക് ഗുണകരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ഇത്രയും വൈകിയത്. എന്തായാലും എനിക്ക് കിട്ടിയ അറിവ് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികത എന്ന മൂല്യം തീരെ ഇല്ലാതായിരിക്കുന്നു. അധർമ്മം വർദ്ധിച്ചു വരുന്ന സമൂഹത്തിൽ ധാർമ്മികത ശക്തമാക്കുക എന്നതാണ് കുംഭമേളയുടെ ലക്ഷ്യം. ധാർമ്മികാചാര്യന്മാർ, വിദ്വാൻമാർ, സന്യാസി ശ്രേഷ്ഠന്മാർ ഇവരെല്ലാം നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ആത്മീയ ഒത്തുചേരലാണ് കുംഭമേള എന്നത്. ധാർമ്മിക അനുഷ്ഠാനം കൊണ്ട് ശ്രേയസ്സും അഭിവൃദ്ധിയും വർഷം തോറും ഉണ്ടാകാനുള്ള ആധ്യാത്മിക കരുത്തിനെ ആവാഹിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രധാന ചടങ്ങുകളാണ് നദീസ്നാനം, ആരതി ഒഴിയൽ, ആരതി തൊഴൽ എന്നിവ. ഏതു നദിയിലാണോ കുംഭമേള നടക്കുന്നത് ആ നദിയിലെ വെള്ളം അമൃതാകുമെന്നാണ് സങ്കല്പം. ഗംഗാദേവി ആ നദിയിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. ഭാരതപ്പുഴ അഥവാ നിള നദിയിൽ കുംഭമേള നടന്നതിനാൽ നിളാസ്നാനം, നിള ആരതി എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. സന്യാസി സമൂഹമായ ജൂന അഖാഡയാണ് മഹാമാഘമേള അഥവാ കുംഭമേള നടത്തുന്നത്. അമൃത കുംഭമേള അഥവാ കുംഭമേള ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പുരാണത്തിൽ പാലാഴി മഥനവുമായി ഇതെങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. പാലാഴി മഥനത്തിലൂടെയാണല്ലോ അമൃത് ലഭിച്ചത്. ഭഗവാൻ ധന്വന്തരി പാലാഴിയിൽ നിന്ന് അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെട്ടു. ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവിടങ്ങളിൽ അമൃത് തുളുമ്പി വീണത്രേ. അതിനാൽ ഇവിടുത്തെ നദികളിൽ അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ കുംഭമേളയിൽ വിധിപ്രകാരം പങ്കെടുത്താൽ ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് നദീസ്നാനം പ്രധാന ചടങ്ങായി തീരുന്നത്. ഫെബ്രുവരി 3 സമാപിച്ച കേരള കുംഭമേള എന്തുകൊണ്ട് തിരുനാവായിൽ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. മലപ്പുറം ജില്ലയിലെ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ അഥവാ നിളാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് മാവാമുകുന്ദ ക്ഷേത്രം. ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ഒരേയൊരു ക്ഷേത്രമാണിത്. ബ്രഹ്മദേവന്റെ യാഗഭൂമി എന്ന നിലയിൽ പൗരാണികമായ തിരുനാവായ ഈ അനുഷ്ഠാനത്തിന്റെ കേന്ദ്രമാണ്. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു, നാവാമുകുന്ദൻ എന്ന് നമ്മൾ ആരാധിക്കുന്നു. അപൂർവമായുള്ള ലക്ഷ്മി പ്രതിഷ്ഠയുമുണ്ട്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ആരാധന. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ എന്നിവരും. പ്രധാന ശ്രീകോവിലിന്റെ പുറകിൽ ഭഗവാൻ ശിവനും. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ കേരളത്തിലുള്ള 11 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാവാമുകുന്ദ ക്ഷേത്രം. നിളാനദി 15 നാൾ ഗംഗാനദിയാകും എന്നാണ് സങ്കല്പം. ഏതൊരു നദിയിലാകട്ടെ അവിടെ ഗംഗാദേവി സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് നിളാസ്നാനം എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി നിള ആരതി എന്താണെന്ന് നോക്കാം. ആരതി ഒഴിയൽ, ആരതി തൊഴൽ, മംഗളാരതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിളാനദിയെ അമ്മയായും ദേവതയായും കണ്ടു പൂജിക്കുന്ന ചടങ്ങാണ് നിള ആരതി. മാഘമാസത്തിൽ ഗംഗാനദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ ദേവതകളും ഭാരതപ്പുഴ അഥവാ നിളാനദിയിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. കാശിയിൽ ഗംഗാ ആരതി നടത്തുന്ന സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഈ ചടങ്ങ് നടക്കുന്നു.
വൈകുന്നേരം 6 മണി മുതൽ 45 മിനിറ്റോളം ദൈർഘ്യത്തിൽ ഈ ആത്മീയ ദൃശ്യം നമുക്ക് അനുഭൂതി പകരുന്നു. നദീ സംരക്ഷണത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഈ ആരതി നടത്തുന്നത്. നമ്മുടെ പ്രകൃതിയെ, നദികളെ പ്രത്യേകിച്ചും മലിനമാക്കുന്ന ഈ സമൂഹത്തിന് പ്രകൃതി സംരക്ഷണത്തിന് ആഹ്വാനം നൽകുന്ന സന്ദേശമാണ് ഈ നീള ആരതി. 12 പണ്ഡിറ്റുമാരാണ് ഈ ആരതി ഒഴിയുന്നത്. വാദ്യമേളങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ, നിളാജലം കൊണ്ട് അഭിഷേകങ്ങൾ, അഗ്നിദീപങ്ങൾ കൊണ്ട് വന്ദനം, ഇടയ്ക്കിടെ ശംഖനാദം, മണിമുഴക്കം ഇതിന്റെ അകമ്പടിയോടെയാണ് തുടക്കം. ഗോപുര മാതൃകയിലുള്ള ബഹുനില വിളക്കുകൾ, അത് 5, 7, 9 എന്നിങ്ങനെ നിലകളുള്ള വിളക്കുകളാണ്. 6 കിലോഗ്രാം വരെ ഭാരമുള്ള ഈ വിളക്കുകൾ കർപ്പൂരം, നെയ്യ് എന്നിവ ഇട്ട് കത്തിച്ച് ഉയർത്തിയും പൂജിച്ചും ദീർഘസമയം നീളുന്നു. ബഹുമുഖ വിളക്ക്, ഏകമുഖ വിളക്ക്, മയൂരദീപം, ചിരാതുകൾ, വെങ്കൽ വിളക്ക് എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വിളക്കുകൾ സന്യാസിമാർ ഉപയോഗിക്കുന്നുണ്ട്. ഭാരമേറിയ വിളക്കുകൾ ഒരേ സമയം ഉയർത്തുന്നതിനും കൈകളുടെ ചലന വേഗതയ്ക്കും വേണ്ടി പ്രത്യേക വ്യായാമങ്ങൾ ചെയ്ത് സിദ്ധി നേടിയവരാണ് ഈ സന്യാസി ശ്രേഷ്ഠർ. ഭാരമേറിയ വിളക്കുകൾ ഒരേ സമയം ഉയർത്തി പ്രത്യേക താന്ത്രിക വിധികളും മന്ത്രോച്ചാരണങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങ് ശ്രേയസ്സും പ്രകൃതിയുടെ അനുഗ്രഹവും നമുക്ക് നേടിത്തരുന്നതാണ് സവിശേഷത. അപ്പം എല്ലാവർക്കും കുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.